ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളാൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിതറിയവരും കുഴഞ്ഞവരും, അവരിൽ മാരക രോഗം ബാധിച്ചവരുണ്ട്, പകർച്ചവ്യാധികളാൽ വേദനിക്കുന്നവരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി വിഷമിക്കുന്ന ദരിദ്രരായ മനുഷ്യരുണ്ട്. ഇവരുടെ നടുവിലേക്ക് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് കർത്താവ് 70 പേരെ അയക്കുന്ന സന്ദർഭമാണ് ഇന്ന് വേദവായനയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വേദപുസ്തകം, പ്രത്യേകിച്ച് പുതിയ നിയമം, യേശുക്രിസ്തുവിനാൽ അയക്കപ്പെടുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിവരണം നൽകുന്നത് പ്രധാനമായും 3 തലങ്ങളിലാണ്. ഒന്നാമത്തേത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 8-9 വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് 12 അപ്പോസ്തലന്മാരെ അയക്കുന്നു. എന്നാൽ 12 അപ്പോസ്തലന്മാരെ അയക്കുന്നത് യെരൂശലേമിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്കാണ്. പ്രത്യേകമായും കർത്താവ് പറയുന്നു, ശമര്യരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, ജാതികളുടെ ഇടയിൽ പോകരുത്, യെരൂശലേമിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് പോകണം. അതാണ് ഒന്നാമത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അയച്ച മാതൃക. എന്നാൽ രണ്ടാമത്തേതാണ് നാം ഇന്ന് ചിന്തിക്കുന്ന യേശുക്രിസ്തു 70 അറിയിപ്പുകാരെ കർത്താവ് ഈ വക നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് യെരൂശലേമിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിൽ എന്ന നിർദ്ദേശം കൊടുക്കാതെ പൊതുവായി കർത്താവ് അയക്കുന്നു. മൂന്നാമത്തെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവ് 12 അപ്പോസ്തലന്മാരെ വിളിച്ച് അവർക്ക് ലോകത്തിൽ മുഴുവൻ കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടി യേശുക്രിസ്തു അവരെ അയക്കുന്നു. അതിനെ നമ്മൾ ഓർമ്മിക്കുന്നത് ഗ്രേറ്റ് കമ്മീഷൻ ടു ഓൾ നേഷൻസ്. എല്ലാ രാജ്യങ്ങളിലേക്കും, യഹൂദ്യയിലും ശമരിയിലും നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാനെന്ന് പറഞ്ഞ് കർത്താവ് 12 അപ്പോസ്തലന്മാരെ അയക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 47-ാം വാക്യത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങളിലും ഈ മൂന്നാമത്തെ എല്ലാ ലോകത്തിലേക്കും ശിഷ്യന്മാരെ അയക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം സൂചിപ്പിക്കുന്നു. എന്താണ് ഈ 3 തലങ്ങളിലൂടെ കർത്താവ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മാതൃകകൾ പറയുന്നത്? ഒന്നാമത്, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി, സർവ്വലോകത്തിലേക്കുമുള്ള സുവിശേഷ പ്രവർത്തനത്തിന് അവരെ അയക്കുന്നതിന് വേണ്ടി കർത്താവ് ശിഷ്യന്മാരെ ഒരുക്കുന്ന സന്ദർഭമാണ്. അതിലൊന്നാമത്തേത് യെരൂശലേമിലെ കാണാതെ പോയ ആടുകളെക്കുറിച്ചാണെങ്കിൽ, രണ്ടാമത് ഈ 70 അറിയിപ്പുകാരെ അയക്കുന്നത് പൊതുസമൂഹത്തിലേക്കാണ്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഈ 70 എന്നുള്ളതിന് വലിയ പ്രാധാന്യം ഉണ്ട്. ഒന്നാമത്തേത്, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നോഹയുടെ വംശപാരമ്പര്യം പറയുമ്പോൾ ജാതികളുടെ സമൂഹത്തെ 70 വംശാവലിയിൽ അല്ലെങ്കിൽ 70 സമൂഹമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് 70 അറിയിപ്പുകാരെ കർത്താവ് അയച്ചത് ജാതികളുടെ ഇടയിലേക്കുള്ള സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. എന്നാൽ അതേസമയം യെരൂശലേമിൻ്റെ പശ്ചാത്തലത്തിലും ഈ 70-ന് അർത്ഥമുണ്ട്. സന്നിധി സംഘത്തിലെ അംഗങ്ങൾ 70 അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 11-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ മോശ ന്യായാധിപ ക്രമീകരണത്തിനു വേണ്ടി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനു വേണ്ടി മോശ നിയമിക്കുന്നത് 70 എൽഡേഴ്സിനെ, 70 മൂപ്പന്മാരെയാണ് യെരൂശലേമിലെ ഗോത്രങ്ങളുടെ ന്യായപരിപാലനത്തിനു വേണ്ടി ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നു. 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ മിസ്രൈമിലേക്ക് ചെല്ലുന്ന ഇസ്രായേൽ മക്കളുടെ സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ 70 പെട്രിയാർക്സ്, 70 പിതാക്കന്മാരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദൻ്റെ ചരിത്രത്തിലും ഈ 70 എന്നത് പ്രധാനപ്പെട്ട സംഖ്യയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് യേശുക്രിസ്തു 70 അറിയിപ്പുകാരെ അയക്കുന്നത് അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നാമത് അയക്കുന്ന സമയത്ത് യെരൂശലേമിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് മാത്രം എന്ന് പറയുകയും
ശമര്യയുടെ ഇടയിൽ പോകരുത്, ജാതികളുടെ ദേശത്ത് പ്രവേശിക്കരുത് എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഈ രണ്ടാം പ്രാവശ്യം 70 അറിയിപ്പുകാരെ കർത്താവ് അയക്കുമ്പോൾ ആ നിർദ്ദേശം നൽകുന്നില്ല, അത് വേദപുസ്തകത്തിൽ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പൊതുവിലേക്ക് അയക്കപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാം. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ 70 എന്നും 72 എന്നും ഈ അറിയിപ്പുകാരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. എബ്രായ കണക്കിൽ 70, പ്രത്യേകിച്ചത് ഗ്രീക്കിലേക്ക് സെപ്റ്റുജിൻ്റെയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ 72 എന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. 70 അറിയിപ്പുകാരെന്ന് പറയും, 72 അറിയിപ്പുകാരെന്നും സൂചനകളുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ച് മനോഹരമായി സുറിയാനിക്കാരുടെ പാരമ്പര്യത്തിൽ നമ്മുടെ പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്ന ഒരു പൊതുവ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൻ്റെ പ്രധാന ചിന്തയിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. അവർ ചെങ്കടൽ കടന്ന് അവരുടെ മരുഭൂപ്രയാണം തുടരുകയാണ്. ആ സമയത്തിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ വെള്ളത്തിനു വേണ്ടി വലഞ്ഞു. ആകപ്പാടെ വിഷമവും പ്രയാസവുമൊക്കെ ആയ സമയത്ത് അവർ ഏലീമിൽ എത്തിച്ചേർന്നു. ഈ ഒരു വാക്യം നമ്മുടെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഏലീമിൽ എത്തിച്ചേർന്നു. ആ ഏലീമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നത്, അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, 70 അറിയിപ്പുകാരും 12 അപ്പോസ്തലന്മാരും ലോകത്തിൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടി ജീവൻ്റെ ജലമാകുന്ന വിശുദ്ധ സുവിശേഷം ഒഴുക്കിയ ദൈവരാജ്യത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നിർവഹിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. നമ്മെ സംബന്ധിച്ച് യഹൂദ പാരമ്പര്യമോ അതുപോലെ തന്നെ വിജാതീയ പാരമ്പര്യത്തിലെ അർത്ഥതലങ്ങളോ അല്ല, മറിച്ച് ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ഈ 12 അപ്പോസ്തലന്മാരും 70 അറിയിപ്പുകാരും സുവിശേഷമെന്ന ജീവജലം ക്രിസ്തുവിന് വേണ്ടി ലോകത്തിൽ വഹിച്ച ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരാണ്. ഇവിടെയാണ് യേശു ക്രിസ്തു ഈ അറിയിപ്പുകാരെ അയക്കുന്ന ഈ ദിവസം ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എന്താണ് പ്രാധാന്യം? സഹോദരങ്ങളെ, പെന്തിക്കോസ്തിക്ക് ശേഷം 2-ാം ഞായറാഴ്ച നമ്മുടെ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ച് സേലൂൻ ബശ്ലോമോ എന്ന തലക്കെട്ടിൽ ഒരു പ്രബോധന ശുശ്രൂഷ നിർവഹിച്ചിരുന്നുവല്ലോ. ആ ശുശ്രൂഷയിൽ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ സാക്ഷ്യജീവിതം, ആരാധന, അതുപോലെ തന്നെ സേവന പ്രവർത്തനം ഇത് ഒരുമിച്ച് കൂടുന്നതാണ് ശരിയായ സുവിശേഷ പ്രവർത്തനമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓരോ വിശുദ്ധ കുർബാനയിലും അവസാന ആശീർവാദം പറഞ്ഞ് പുരോഹിതൻ നിങ്ങൾ സമാധാനത്തോടെ പോക എന്ന് പറയുന്നത് വിശ്രമത്തിലേക്ക് വീട്ടിലേക്ക് പോവുക എന്നല്ല, മറിച്ച് ആരാധന കഴിഞ്ഞ് അടുത്ത ആരാധനയ്ക്ക് കടന്നു വരുന്നതിനിടയിലുള്ള സമയം, ആ സമയത്ത് യഥാർത്ഥ ആരാധനയുടെ പ്രതിഫലനം സഹോദര സേവനത്തിലൂടെ മനുഷ്യ സ്നേഹത്തിലൂടെ നിർവഹിക്കുവാനാണ് സഭ യഥാർത്ഥത്തിൽ നമ്മെ അയക്കുന്നത്. അതിനെയാണ് ലിറ്റർജി ആഫ്റ്റർ ദി ലിറ്റർജി എന്ന് പറയുന്നത്. ഒന്നാമത്തേത് വിശുദ്ധ മദ്ബഹായിൽ നാം ഒരുമിച്ചുകൂടി നിർവഹിച്ച ആരാധനയാണെങ്കിൽ, രണ്ടാമത്തെ ലിറ്റർജി പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളായ സഹജീവികളായ മനുഷ്യരുടെ ഹൃദയമാകുന്ന ത്രോണോസിൽ നാം അർപ്പിക്കുന്ന സേവനത്തിൻ്റെ ശുശ്രൂഷയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അർത്ഥതലം. ഇന്ന് നമുക്ക് ഈ 70 അറിയിപ്പുകാരെ കർത്താവ് അയക്കുന്ന സന്ദർഭം നമ്മുടെ ജീവിതത്തിലെ പ്രായോഗിക തലത്തിൽ എന്താണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അർത്ഥമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, യേശു ക്രിസ്തു അവരെ ഈ 2ആയി അയച്ചു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏകദേശം മധ്യകാലഘട്ടം യേശു ക്രിസ്തു ഗലീലയിൽ കേന്ദ്രീകരിച്ച് 1 വർഷം അവിടെ താമസിച്ച് ഗലീലയിൽ പ്രവർത്തനം നടത്തുന്ന സമയം. ആ സമയത്താണ് 70 പേരെ വിളിച്ച് അവരെ 2 പേരായി അയച്ചു. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുൻപ് 2 പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ 12 അപ്പോസ്തലന്മാരെ അയക്കുമ്പോഴും 70 അറിയിപ്പുകാരെ അയക്കുമ്പോഴും ഈ 2 പേരെ അയച്ചു എന്ന് സൂചിപ്പിക്കുന്നു. ഇന്നത്തെ ആധുനിക മാനേജ്മെൻറ്റ് ശൈലിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. ഞാനിതിനെ അല്ലെങ്കിൽ ഈ ഒരു മോഡലിനെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഇപ്രകാരം ഒന്ന് നിർവചിക്കട്ടെ.
എ ബൈഫർക്കേഷൻ മോഡൽ ദാറ്റ് ഈസ് നെസസറി ഇൻ ദി പ്രസൻറ്റ് ടൈം. ഈ കാലഘട്ടത്തിൽ ഒരു വികേന്ദ്രീകരണം പ്രേക്ഷിത പ്രവർത്തനത്തിൽ അത്യന്താപേക്ഷിതമാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, ഗലീലയിൽ നിന്ന് 70 പേരെ അയക്കുന്നു, 35 ടീം സജീവമായി യഹൂദ്യ, ഗലീല, ശമരിയ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് മാരകരോഗം അല്ലെങ്കിൽ പകർച്ചവ്യാധി പകർന്നു പിടിക്കുന്നു. എന്തെല്ലാം ജീവിത പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ആരുപോലുമില്ലാത്ത മനുഷ്യർ, ശുശ്രൂഷ ലഭിക്കുവാൻ പ്രയാസപ്പെടുന്നവർ, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ, സമൂഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എല്ലാവരാലും തഴയപ്പെട്ട മനുഷ്യർ. നമുക്ക് ആത്മീക പ്രസ്ഥാനങ്ങൾ അനവധിയുണ്ട്. ഒരു ഇടവകയിലെ സാഹചര്യങ്ങൾ എത്ര മനോഹരം. അവിടെ ഒരു ടീം വർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിൽ സാധിക്കുമോ? എ ബൈഫർക്കേഷൻ മോഡൽ, ജസ്റ്റ് ലൈക്ക് ദ മോഡൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനാൽ മുൻപോട്ട് വെച്ച മനോഹരമായ മാതൃക. 70 പേരെ 35 ടീമായി തിരിച്ച് കർത്താവ് പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആധുനിക മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട, വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. 3 പ്രധാന കാര്യങ്ങളാണ് ഈ ബൈഫർക്കേഷൻ മോഡലിലെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രയോജനം. അതിലൊന്നാമത്തേത് സിറ്റുവേഷൻ അവയർനെസ്. സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല ബോധം ലഭിക്കും 2 പേരുള്ള ടീമായി അയക്കപ്പെടുകയാണെങ്കിൽ. അതുപോലെ തന്നെ ദേ ഫീൽ എ സൈക്കോളജിക്കൽ സേഫ്റ്റി, മാനസികമായ ഒരു സുരക്ഷിതത്വ ബോധം അവർക്ക് ലഭിക്കും. മൂന്നാമത്തേത് ദേ ഷെയർ ദ മെൻ്റൽ മോഡൽസ്. മാനസികമായ മാതൃകകൾ അവർക്ക് പരസ്പരം പങ്കുവയ്ക്കുവാൻ സാധിക്കും. ഒരു കുടുംബം മുതൽ ഇടവകയും സഭയുമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ബൈഫർക്കേഷൻ മോഡൽ അത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ വളരെയധികം പ്രയോജനകരമാണ്. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം പറയട്ടെ. സഭാപ്രസംഗി 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കപ്പെടുന്നു: ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം ലഭിക്കുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലാത്തതുകൊണ്ട് അവൻ അയ്യോ കഷ്ടം. അപ്പോൾ വേദപുസ്തകം സാക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രമാണ് യേശുക്രിസ്തു ഇതിലൂടെ ക്രമീകരിക്കുന്നത്. നമുക്കറിയാം, 1000 ഇടവകക്കാരുള്ള ഒരു ദേവാലയത്തിൽ രോഗിയായി കിടക്കുന്നയാളെ സന്ദർശിക്കുവാൻ, പ്രയാസപ്പെട്ട് കഴിയുന്നയാളെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ, മരുന്ന് വാങ്ങിക്കുവാൻ, നിവൃത്തിയില്ലാത്ത മനുഷ്യരെ ഒന്ന് സഹായിക്കുവാൻ സാധിക്കാത്ത ഒരാധ്യാത്മിക സാഹചര്യം നമുക്കുണ്ടെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അർത്ഥതലം എന്താണ്? അവിടെയാണ് ഈ വേദഭാഗം നമുക്ക് പകർന്നു തരുന്ന, യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന ഈ മോഡലിൻ്റെ വളരെ ആത്യന്തികമായ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോവിഡാനന്തര സാഹചര്യത്തെക്കുറിച്ച് സഭയിൽ വിവിധ മേഖലകളിൽ ചർച്ച ചെയ്യുന്നല്ലോ. ഭവനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരിടവകയിലെ സമൂഹത്തെ അതൊരു നല്ല ബൈഫർക്കേറ്റ് മോഡലിൽ ശുശ്രൂഷകൾക്ക് ക്രമീകരിച്ചാൽ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ കർത്താവ് കാണിച്ച രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് നയിക്കപ്പെടുവാൻ സാധിക്കും. രണ്ടാമത്, ഈ വേദഭാഗം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്രമീകരണം, യേശുക്രിസ്തു ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് 70 അറിയിപ്പുകാരോട് പറയുന്നു, വടിയും ചെരുപ്പും മടിശീലയും അതുപോലെ തന്നെ പൊക്കണവും ഒന്നും വേണ്ട. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ 2 സന്ദർഭങ്ങൾ, 12 പേരെ അയക്കുമ്പോഴും അതുപോലെ തന്നെ 70 പേരെ അയക്കുമ്പോഴും പൊതുവായ ഒരു മാർഗരേഖ. അതിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മാത്രമേ വടിയും ചെരുപ്പും ആകാമെന്ന് പറയുന്നുള്ളൂ. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യത്തിലും, ഇന്നത്തെ വേദവായന 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും ഒന്നും കരുതണ്ട. വടിയും വേണ്ട, ചെരുപ്പും വേണ്ട, മടിശീലയും വേണ്ട, പൊക്കണവും വേണ്ട. ഇതിൻ്റെ അർത്ഥതലം യഥാർത്ഥത്തിൽ ദാരിദ്ര്യ സാഹചര്യത്തിലേക്ക് കർത്താവ് അവരെ വിളിച്ചു എന്നല്ല, മറിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം കരുതും.
ദൈവം കരുതിക്കൊള്ളുമെന്ന അവബോധമാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ ഇന്നത്തെ സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞതുപോലെ, ഒന്നാമത്തെ മോഡൽ പറഞ്ഞതുപോലെ എ ബൈഫർക്കേഷൻ മോഡൽ ഈസ് നീഡഡ് എന്ന് പറഞ്ഞതുപോലെ, രണ്ടാമത്തെ മോഡലിലേക്ക് വരട്ടെ. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്. എന്നാൽ യേശുക്രിസ്തു പറയുന്നു നോട്ട് ദ ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചറിനല്ല പ്രാധാന്യം. പക്ഷേ യേശുക്രിസ്തു എന്തിനെക്കുറിച്ച് പറയുന്നു? ബട്ട് ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഈസ് സിഗ്നിഫിക്കൻറ്റ്. നോട്ട് ദി ഇൻഫ്രാസ്ട്രക്ചർ ബട്ട് ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഈസ് സിഗ്നിഫിക്കൻറ്റ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്ത് സാധ്യതകൾ സഭയുടെ പൊതു ക്രമീകരണത്തിൽ നമുക്കുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പക്ഷേ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ആന്തരികമായ ഘടന സുവിശേഷത്തിൻ്റെ താല്പര്യത്തിലേക്ക് നമ്മളെ നയിക്കാത്തിടത്തോളം കാലം ആത്മീകമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. 5 അപ്പവും 2 മീനും കൊണ്ട് ബഹുപുരുഷാരത്തെ കർത്താവ് തൃപ്തിപ്പെടുത്തിയ വളരെ മനോഹരമായ പരിപോഷണ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. ആ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. യഥാർത്ഥത്തിൽ ഇന്ന് റേഷൻ വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ ജോലി നഷ്ടപ്പെട്ട് പ്രയാസത്തിൽ കഴിയുന്ന ജനസമൂഹത്തിൻ്റെ നടുവിൽ സഭയായിട്ട്, ഇടവകയായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന വലിയ ശക്തമായ മാർഗനിർദ്ദേശമാണ്, നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഉടനെ നമ്മൾ പറയുന്നത് സ്ഥലം മരുഭൂമിയാണ്, ഞങ്ങളുടെ പക്കലൊന്നുമില്ല. അന്ത്രയോസ് അപ്പോസ്തലൻ കണ്ടുപിടിക്കുകയാണ് 5 അപ്പവും 2 മീനും കരുതിയ ബാലകനെ. അതേസമയം ഫിലിപ്പോസ് അപ്പോസ്തലൻ പറയുന്നു 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിച്ചാലും അല്പം അപ്പം കൊടുക്കാനേ ഒക്കത്തുള്ളൂ. പ്രേക്ഷിത പ്രവർത്തനത്തെ എപ്പോഴും തടസ്സപ്പെടുത്തുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ അനുകൂലമായാലും ഇൻഫ്രാസ്ട്രക്ചർ പ്രതികൂലമായാലും പ്രധാനപ്പെട്ടത് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ചാതുര്യം. ശ്ലീബാദാസ് സമൂഹത്തിൻ്റെ സ്ഥാപകനായ പരിശുദ്ധനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയും, മലങ്കരയുടെ പ്രഥമ പരിശുദ്ധനായ പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും, പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും, അതുപോലെ തന്നെ നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ സ്തേപ്പാനോസ് മാർ തേവോദോസിയോസ് തിരുമേനിയും ഒക്കെ യഥാർത്ഥത്തിൽ ഇന്ന് സ്മരിക്കപ്പെടേണ്ട വ്യക്തികളാണ്. ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ അന്നില്ലായിരുന്നെങ്കിലും അവരുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, സഹോദര സ്നേഹത്തോടും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടുള്ള വാഞ്ച, അതാണ് യഥാർത്ഥത്തിൽ പരിമല തിരുമേനിയും, പാമ്പാടി തിരുമേനിയും, തേവോദോസ്യോസ് തിരുമേനിയും, പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയും മലങ്കര സഭയുടെ പ്രശ്നനിബിഡമായ സാഹചര്യത്തിൻ്റെ നടുവിലും സുവിശേഷ പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തിച്ചത്. ഇതിനെ ക്രമീകൃതമായ ഒരു രീതിയിൽ കൊണ്ടുവരുവാൻ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി എത്രമാത്രം പരിശ്രമിച്ചു. മിഷൻ ബോർഡ് ക്രമീകരിച്ചു, ഒരു മിഷൻ ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിച്ചു. മലങ്കര സഭയുടെ സുവിശേഷ പ്രവർത്തനത്തിൽ ഒസ്താത്യോസ് തിരുമേനിയുടെ ഏറ്റവും ശക്തമായ നേതൃത്വമുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബാഹ്യമായ ഘടനയല്ല. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, വടിയും ചെരുപ്പും പൊക്കണവും മടിശീലയും അല്ല, മറിച്ച് ഒരുക്കമുള്ള ആത്മാവാണ് യഥാർത്ഥത്തിൽ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇത് രണ്ടാമത്തെ ചിന്തയായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. മൂന്നാമത്തേത്, യേശുക്രിസ്തു ഈ 70 അറിയിപ്പുകാരെയും 12 അപ്പോസ്തലന്മാരെയും അയക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ബാഹ്യമായി ഒന്നും കരുതണ്ട എന്ന് പറയുമെങ്കിലും അവരെ കർത്താവ് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. എന്തു ഭാഗ്യവാന്മാരാണ് അവർ! എന്താണ് അവരോട് പറയുന്നത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. പ്രസംഗ വിഷയം ദൈവരാജ്യം. അവർ ചെയ്യേണ്ട പ്രവൃത്തി തന്നെ ഭൂതങ്ങളെ പുറത്താക്കണം, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, മരിച്ചവരെ ഉയർപ്പിക്കണം. അനുഗ്രഹീത ശുശ്രൂഷ ഭരമേൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി അയക്കുന്നു. ഇവിടെയാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവർത്തകരുടെ മഹിമയല്ല, പ്രവൃത്തിയുടെ ശ്രേഷ്ഠതയാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനവും അംഗീകാരവും. ഞാനൊരു ഉദാഹരണം ഈ കാലഘട്ടത്തിൽ നിന്ന് പറയട്ടെ. മദർ തെരേസയുടെ ഹോം ഫോർ ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്സ്, ആ ഹോം ഫോർ ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വെച്ചാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നിരാലംബരായ മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന സ്ഥലം. ആ സ്ഥലം പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ
മത തീവ്രവാദികളൊക്കെ ചുറ്റുപാടും കൂടിയിട്ട് പറഞ്ഞു ഇത് മതപരിവർത്തനത്തിന് വേണ്ടി മദർ തെരേസ നടത്തുന്നതാണ്. അവരവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറോട്, എസ് പിയോട് പറഞ്ഞു, സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിനോട് പറഞ്ഞു, ഈ സ്ത്രീയെ പിരിച്ചുവിടണം, ഈ സ്ഥാപനം നിർത്തണം. പോലീസ് സൂപ്രണ്ട് മദർ തെരേസയുടെ ഹോം ഫോർ ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്സ് ചെന്ന് മദർ തെരേസ നിർവഹിക്കുന്ന ശുശ്രൂഷ കണ്ടപ്പം അദ്ദേഹം സമരവും പ്രക്ഷോഭവും നടത്തുന്ന ആളുകളുടെ ഇടയിലേക്ക് തിരികെ വന്ന് അവരോട് ചോദിച്ചു, ഞാൻ ഈ സ്ത്രീയെ പിരിച്ചുവിട്ടേക്കാം, പക്ഷേ ഈ സ്ത്രീ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാവോ? സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നത്, കർത്താവിൻ്റെ പ്രവർത്തനം ലോകത്തിൽ ഇന്നും നടക്കുന്നത് എല്ലാം ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്ന സുവിശേഷകൻ്റെ മഹിമയല്ല, സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത, അതാണ് അംഗീകാരം ലഭിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്. എത്രയോ മനുഷ്യർ രോഗത്തിലും പകർച്ചവ്യാധിയുടെ നടുവിലും കിടക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പണത്തിനു വേണ്ടിയല്ല, അതിനേക്കാൾ ഉപരി മാമോദീസായിലൂടെ ലഭിച്ച ദൈവീക അനുഭവം കൊണ്ട് അനേകരെ ശുശ്രൂഷിക്കുന്ന എത്ര നേഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സുണ്ട്. ഈ ദിവസം നമ്മൾ അവരെ കരുതണം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നിയമപാലനം നടത്തുന്ന നല്ല പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം സത്യത്തിൽ സുവിശേഷ പ്രവർത്തൻ്റെ മനോഹര മുഖങ്ങളാണ്. അവിടെയാണ് സുഖസൗകര്യമായി സ്ഥാവരജംഗമ വസ്തുക്കളുടെ നടുവിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം. ശരിയായ ശുശ്രൂഷയിലൂടെ യേശു ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, എ ബൈഫർക്കേഷൻ മോഡൽ ഈസ് നീഡഡ്. രണ്ടാമത് വളരെ പ്രധാനമായും ഓർമ്മിപ്പിച്ചു, ഇൻഫ്രാസ്ട്രക്ചർ അല്ല, നോട്ട് ദി ഇൻഫ്രാസ്ട്രക്ചർ ബട്ട് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഈസ് സിഗ്നിഫിക്കൻറ്റ്. ബാഹ്യമായ ക്രമീകരണമല്ല, ഉള്ളിലെ ഘടനയും ആഗ്രഹവുമാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. മൂന്നാമത്, സുവിശേഷ പ്രവർത്തകരുടെ ശ്രേഷ്ഠതയല്ല, പ്രവർത്തനത്തിൻ്റെ ആഴവും അർത്ഥവുമാണ് പ്രേക്ഷിത പ്രവർത്തനത്തെ അംഗീകാരയോഗ്യമുള്ളതാക്കി തീർക്കുന്നത്. അവസാനമായി നാലാമതൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. യേശു ക്രിസ്തു ഈ 70 അറിയിപ്പുകാരോട് പറയുന്നു, നിങ്ങൾ ഈ രണ്ടായി പോകണം, വഴിയിൽ വടിയോ ചെരുപ്പോ മടിശീലയോ ഒന്നും എടുക്കരുത്. ആ കൂട്ടത്തിൽ പറയുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, അങ്ങനെ കണ്ടന്റ് ഓഫ് ദി മിഷൻ അതും പറഞ്ഞു കൊടുത്തു. നാലാമത് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തെ നിങ്ങളെ സമാധാനം പറയണം. ആ ഭവനത്തിൽ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ അവന് ലഭിക്കും. നിങ്ങൾ പോരുന്നത് വരെ ആ ഭവനത്തിൽ തന്നെ അധിവസിക്കണം. വളരെ പ്രധാനപ്പെട്ട അത് ഈ രണ്ട് ഭാഗമെന്ന് ഞാൻ പറഞ്ഞത് 12 അപ്പോസ്തലന്മാരെ അയക്കുമ്പോഴും അതുപോലെ തന്നെ 70 അറിയിപ്പുകാരെ അയക്കുമ്പോഴും ഭവനം കേന്ദ്രീകരിച്ച് പട്ടണത്തിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും സുവിശേഷിക്കുന്നത്. എന്നാൽ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറരുതെന്നും കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. ഊടാടി സഞ്ചരിപ്പാൻ പറയുന്നില്ല, എന്നാൽ ഭവനം കേന്ദ്രീകരിച്ച് ശുശ്രൂഷ നിർവഹിക്കണം. ദേവാലയങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണല്ലോ, എന്ന് തുറക്കുമെന്ന് നമുക്കറിയത്തില്ല. സത്യത്തിൽ ദേവാലയം ഭവനമായി തീരണം. അപ്പോസ്തോലിക പാരമ്പര്യത്തിലെ പോലെ ഗാർഹിക സഭകളുടെ പ്രാധാന്യം ഉണ്ടാകണം. ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട ഒരാശയം നിങ്ങളോട് പറയട്ടെ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായൊരു ഭാഗമാണ് ക്രൈസ്തവ സഭയുടെ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ആതിഥേയത്വം. ഒരു ഭവനം സുവിശേഷകനെ സ്വീകരിക്കണം. സുവിശേഷകൻ ആ ഭവനത്തിൽ അതിഥിയായി അതിഥിയുടെ ശ്രേഷ്ഠത പുലർത്തി ജീവിക്കണം. ആതിഥേയനും അതിഥിയും ഇവിടെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ചിന്ത, അതിഥി മന്ദിരങ്ങളുടെ സൗകര്യമല്ല, ആതിഥേയൻ്റെ മനസ്സാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചോദക കാര്യമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചെല്ലുന്ന ഭവനത്തിൽ അധിവസിക്കണം. ആ ഭവനത്തിൽ തന്നെ താമസിച്ച് നിങ്ങളുടെ സമാധാന ഭവനത്തിന് നൽകി അവർ തരുന്നത് ഭക്ഷിച്ച് ആ ഭവനത്തിൽ അധിവസിക്കണം. നമ്മൾ ഇന്ന് അതിഥി മന്ദിരങ്ങളുടെയും അരമനകളുടെയും ഒക്കെ ശീതള സുഖഛായയിൽ ജീവിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മനോഹര തലമെന്ന് പറയുന്നത് ആതിഥേയരുടെ മനസ്സാണ്. അപ്പോസ്തല പ്രവർത്തികളിലും പൗലോസ്ലീഹായുടെ ലേഖനത്തിലും
ആദിമസഭയിലെ സഭാ ശുശ്രൂഷകരെ സ്വീകരിക്കുന്ന അതിഥികളായ ഭവനങ്ങളുണ്ട്. ഇന്നത്തെ വേദവായന, പ്രത്യേകിച്ച് ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം 4-ാമത്തെ ഞായറാഴ്ച ലേഖനം വായിക്കുന്നത് 1 കോരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 1 കോരിന്ത്യർ ലേഖനത്തിൻ്റെ അവസാന ഭാഗം 8 വാക്യങ്ങൾ. അവിടെ പൗലുസ്ലിഹ പറയുന്നത് ഭവനത്തിലെ സഭയുടെ ആതിഥേയത്വത്തെക്കുറിച്ചാണ്. അഖായിയിലെ ആദ്യഫലമായ സ്തെപ്പനാസിൻ്റെ കുടുംബം, അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആസിയയിലെ സഭകളെക്കുറിച്ച് പറയുമ്പോൾ സ്തെപ്പനാസും ഫൊർത്തനോത്തോസും അക്കായിക്കോസും, ഈ 3 കുടുംബങ്ങളെയും അവരുടെ ആതിഥേയത്വത്തെയും പൗലുസ്ലിഹ എടുത്തു പറയുകയാണ്. അക്വിലായുടെയും പ്രിസ്കില്ലായുടെയും ഭവനത്തിലെ സഭയെക്കുറിച്ച് പൗലുസ്ലിഹ പറയുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ, യഥാർത്ഥത്തിൽ സഭയുടെ ശുശ്രൂഷകരെ സ്വീകരിക്കുന്ന ആതിഥേയത്വം അപ്പോസ്തോലിക സഭയുടെ സാൻമാർഗിക ഗുണത്തിൽ ശ്രേഷ്ഠമായ ഒന്നാണ്. പ്രേഷിത പ്രവർത്തനത്തിൽ ഭാഗവാക്കാകുന്ന, ഞാനും നിങ്ങളും ഭാഗവാക്കാകുന്ന ഒന്നാണ് കർത്താവിൻ്റെ ശുശ്രൂഷകരെ അതിഥികളായി സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിഥികൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി ജീവിക്കണം. അവിടെയാണ് ഭവനങ്ങൾ ദേവാലയമായി മാറുന്നത്. കുഷ്ഠരോഗിയായ ശീമോൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ട്. കുഷ്ഠരോഗിയായ ശീമോൻ യേശുക്രിസ്തുവിനെ അതിഥിയായി സ്വീകരിക്കുമ്പം ആ ഭവനത്തിൽ പതിതയായി പാവിനിയായ സ്ത്രീ കടന്നു ചെല്ലുന്നു. എന്നാൽ കുഷ്ഠരോഗിയായ ശീമോൻ യേശുക്രിസ്തുവിനെ ആദരപൂർവ്വം സ്വീകരിക്കുന്നില്ല. മഹാനായ വള്ളത്തോൾ മലയാള ഭാഷയിൽ മനോഹരമായൊരു കവിത, ഖണ്ഡകാവ്യം ഇതിനെക്കുറിച്ച് എഴുതി. അദ്ദേഹം പറയുന്നത്, 7-8 കാശിൻ്റെ ഉന്മത തള്ളലേ പാഴുറ്റ നിന്തല താഴുന്നില്ലേ. കാരണം കുഷ്ഠരോഗിയായ ശീമോനെ, പരീശനായ ശീമോനെ അദ്ദേഹത്തിൻ്റെ സമ്പത്തും അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളും കാണിക്കുവാനാണ് യേശുക്രിസ്തുവിനെ ക്ഷണിച്ചത്. അവൻ യേശുക്രിസ്തു, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, നീ ഒരു ചുംബനം പോലും എനിക്ക് തന്നില്ല. സഹോദരങ്ങളെ, ആതിഥേയത്വം, അതിഥിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അതേസമയം പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ തൃപ്പാദത്തിലിരുന്ന് കണ്ണുനീരുകൊണ്ട് കാല് നനച്ച് തലമുടി കൊണ്ട് തുവർത്തി ആവർത്തിച്ചാവർത്തിച്ചു ചുംബിച്ചു. അവൾക്ക് യേശുക്രിസ്തു പാപമോചനം നൽകി. 70 അറിയിപ്പുകാരെ കർത്താവ് പ്രേഷിത പ്രവർത്തനത്തിലേക്ക് അയക്കുന്നു. അത് 12 അപ്പോസ്തലന്മാരെ ഒന്നാമത് അയച്ചത് യെരൂശലേമിലെ കാണാതെ പോയ ഗോത്രങ്ങളിലേക്കാണെങ്കിൽ 70 അറിയിപ്പുകാരെ പൊതുസമൂഹത്തിലേക്ക് അയക്കുന്നു. ഇന്ന് നാം അധിവസിക്കുന്ന ലോകത്തിൽ സാക്ഷ്യ ജീവിതത്തിലൂടെ, ശുശ്രൂഷയിലൂടെ, സേവനത്തിലൂടെ പ്രേഷിത പ്രവർത്തനം നിർവഹിക്കുവാൻ ഞാനും നിങ്ങളും ചുമതലപ്പെട്ടവരാണ്. പ്രധാനപ്പെട്ട 1-ാമത്തെ ഭാഗം, എ ബൈഫർക്കേഷൻ മോഡൽ. ഇറ്റ് ഈസ് നീഡഡ്. വികേന്ദ്രീകരിച്ച് ഒരു സഭയുടെ പൊതുക്രമീകരണത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ശുശ്രൂഷ പങ്കുവയ്ക്കുവാൻ സാധിക്കണം. 2-ാമത്തേത് ഇൻഫ്രാസ്ട്രക്ചറല്ല, ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് പ്രധാനപ്പെട്ടത്. 3-ാമത്തേത് പ്രവർത്തകരുടെ മഹിമയല്ല, പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥതയും ഉള്ളടക്കവുമാണ് യഥാർത്ഥത്തിൽ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ശക്തി. ഏറ്റവും അവസാനം ഞാൻ ഓർമ്മിപ്പിച്ചത് ആ അഗതി മന്ദിരങ്ങളുടെ സൗകര്യമല്ല, മറിച്ച് ആതിഥേയൻ്റെ മനസ്സാണ് ശുശ്രൂഷയുടെ മഹിമയെന്ന് കർത്താവ് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാനായി പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മനോഹര ശുശ്രൂഷ നിർവഹിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.